കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലെ ഇടക്കഴിയൂർ തീരമേഖലയിൽ സമുദ്രത്തിൻ്റെ അല്ലെങ്കിൽ കടലിൻ്റെ നിറം ഇളം ചുവപ്പ് നിറമായി മാറിയത് നിങ്ങൾ ന്യൂസുകളിലൊക്കെ കണ്ടു കാണുമായിരിക്കും. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം? നല്ല നീല നിറത്തോടു കൂടിയിട്ടുള്ള സമുദ്രം എങ്ങനെയാണ് പെട്ടെന്ന് ഇളം ചുവപ്പ് അല്ലെങ്കിൽ കടും ചുവപ്പ് നിറത്തിലേക്കൊക്കെ മാറുന്നത്? അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണ്? 2023 കോഴിക്കോട് ജില്ലയിലാണ് ഇതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം നടന്നത്. അന്ന് അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയത്, അവിടുന്ന് ജലം കളക്ട് ചെയ്ത് പഠനങ്ങൾ നടത്തിയത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് ആണ്. അവിടെ നിന്ന് കളക്ട് ചെയ്ത സാമ്പിളിൽ അസാധാരണമായിട്ടുള്ള രീതിയിൽ ജിംനോഡൈനിയം ആൽജിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇത് ഒരു ടോക്സിൻ ഉൽപ്പാദിപ്പിക്കും. ബ്രിവിറ്റോക്സിൻ എന്നാണ് ആ വിഷകരമായിട്ടുള്ള കെമിക്കലിൻ്റെ പേര്. ഷെൽ ഫിഷുകളുടെ ഉള്ളിലാണ് ഇത് പ്രവേശിക്കുക. പിന്നീട് ഇത് മനുഷ്യർ ഭക്ഷിക്കുമ്പോൾ മനുഷ്യരുടെ ഉള്ളിലേക്കും എത്തിച്ചേരുന്നു. ശക്തമായിട്ടുള്ള വയറുവേദന, ഛർദി, ഡയറിയ, തലവേദന, ക്ഷീണം ഇതൊക്കെയായിരിക്കും ലക്ഷണങ്ങൾ. ജലമലിനീകരണം പ്രധാനപ്പെട്ട ഒരു വില്ലനാണ്. പ്രധാനമായിട്ടും നമ്മൾ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ്, മറ്റ് വ്യാവസായിക സ്ഥാപനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വേസ്റ്റ് മെറ്റീരിയൽസ്, ഇതൊക്കെ സമുദ്രത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ട് ന്യൂട്രിയൻസ് ഉണ്ടാകും. ഈ ന്യൂട്രിയൻസ് ആൽഗികളെ സംബന്ധിച്ചിടത്തോളം വളരെ അമൂല്യമായിട്ടുള്ള അവയുടെ ഭക്ഷ്യവസ്തുവാണ്.